ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ റംസാനിയ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ഫേഷ്യലാണ്. അതും നല്ലൊരു ബ്രൈറ്റ്നസ് നൽകാനും കൂടുതലും എല്ലാവരിൽ നിന്ന് അട്രാക്ഷനായിട്ടും നിൽക്കാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്കിപ്പോൾ ഒരു ഫങ്ഷൻസൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഫേഷ്യലൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായാലും ഒക്കെ നിങ്ങൾ പുറത്ത് പോയി ഒരു കടയിൽ പോയി ചെയ്യുമ്പോഴത്തെ പാർലറിൽ പോയി ചെയ്യുമ്പോൾ അതിന് നല്ല പൈസ നിങ്ങൾക്ക് കൊടുക്കണം. ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും കൂടുതലും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഫേഷ്യലാണ് പരിചയപ്പെടുത്തുന്നത്. അതായത് ചോക്ലേറ്റ് ഫേഷ്യൽ. നമുക്ക് എല്ലാവർക്കും ചോക്ലേറ്റ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരല്ലയോ, ചോക്ലേറ്റിന് ഇഷ്ടപ്പെടുന്നവരുമാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചോക്ലേറ്റ് വെച്ചിട്ടുള്ള ഒരു ഫേഷ്യലാണ്. അതിന് വെറും 50 രൂപ നമുക്ക് മുടക്കിയാൽ മതി. നമ്മളൊരു പാർലറിൽ പോയി ചെയ്യുവാണെങ്കിൽ നല്ല പൈസ കൊടുത്ത് ചെയ്യേണ്ട ഒരു ഫേഷ്യലിന് നമുക്ക് 50 രൂപ മുടക്കിൽ നമുക്ക് ഈ ഒരു ഫേഷ്യൽ ചെയ്യാവുന്നതാണ്. നമ്മുടെ ചോക്ലേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേഷ്യൽ ചെയ്യുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ നല്ല എഫക്റ്റ് നൽകുന്ന ഒരു ഫേഷ്യലാണ്. ആ ഒരു ഫേഷ്യൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണുന്നതിന് മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് കാണുന്ന 3 ഓപ്ഷൻസ് വരുന്നതിനകത്ത് മുകളിലത്തെ ഓപ്ഷൻസിനകത്ത് ഓൾ എന്ന് പറയുന്നതിനകത്ത് അമർത്താൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫേഷ്യലൊക്കെ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഗ്രൂപ്പിലും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. നമുക്ക് ഫസ്റ്റിലെ ക്ലെൻസ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ എടുക്കുന്നത് 1 സ്പൂൺ ചോക്ലേറ്റ് ആണ്. 1 സ്പൂൺ മാത്രം മതി നമുക്ക്. ഇതിലേക്ക് നമുക്കിനി 1 സ്പൂൺ റോസ് വാട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ റോസ് വാട്ടറും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിനി ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് നമ്മളങ്ങനെ ക്ലെൻസ് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. നമുക്കിനി ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബാണ് തയ്യാറാക്കേണ്ടത്. അതിന് വേണ്ടത് 1 സ്പൂൺ ചോക്ലേറ്റ് ആണ് വേണ്ടത്. അതെടുക്കാം. അടുത്തതായിട്ട് വേണ്ടത് 1 സ്പൂൺ പഞ്ചസാര. 1 സ്പൂൺ ഫുള്ള് വേണ്ട, അര മതി. നമുക്കിത് എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്ത് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്, സ്ക്രബ്. രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മുടെ സ്ക്രബാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ സ്ക്രബ്. നമുക്കിനി ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. സ്ക്രബ് ഇട്ടതിന് ശേഷം നമ്മൾ വളരെ മൃദുലമായിട്ട് വേണം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാൻ. അല്ലാത്ത പക്ഷം നമ്മുടെ സ്കിന്ന് മുറിയാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അതായത് നമ്മുടെ ഗ്ലാസ്സൊക്കെ മുറിയുമ്പോൾ കാണുന്ന കൂട്ടുള്ള ചീള് പോലെ കിട്ടുമല്ലോ, അതേപോലെയാണ് നമ്മുടെ ഷുഗർ എന്ന് പറയുന്നത്. നമ്മൾ അമിതമായിട്ട് മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് മുറിയാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ആ മുറിവ് നമുക്ക് കാണാൻ പറ്റത്തില്ല. അത് പിന്നെ നമുക്ക് ഇൻഫെക്ഷനൊക്കെ വരാനുള്ള ചാൻസും ഉണ്ടായതുകൊണ്ടാണ് പറയുന്നത്. അമിതമായിട്ട് സ്ക്രബ് ഇട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ പിമ്പിൾസ് മാറാനും വൈറ്റ് ഹെഡ്സും ഡാർക്ക് ഹെഡ്സൊക്കെ മാറാനായിട്ട് മസാജ് കൂടുതലായിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്കിന്നിനത് വളരെയധികം ദോഷം ചെയ്യും. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ മുകളിലോട്ടായിരിക്കണം റിമൂവ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇറിറ്റേഷൻ തോന്നും, കാരണം ഓൾറെഡി ചോക്ലേറ്റ് ആകുമ്പോൾ ഒന്ന് ഒട്ടൽ ഫീലിംഗ് വരാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വാട്ടർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന്, അതായത് ഈ ഒരു തുണി, ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു തുണി ജസ്റ്റ് വെള്ളത്തിനകത്തൊന്ന് ഒപ്പിയിട്ട് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യാവുന്നതാണ്. നമ്മൾ ഫേസ് മൊത്തം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. പക്ഷെ നല്ല സ്കിൻ സോഫ്റ്റ് ആവുന്നുണ്ട്. കാരണം ഈ ഒരു നമ്മൾ ചോക്ലേറ്റ് വെച്ച് ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി നമ്മുടെ സ്കിന്ന് നമ്മൾ ക്ലെൻസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. കാരണം അത്രമാത്രം എഫക്റ്റ് ഉള്ള ഒന്നാണ് ചോക്ലേറ്റ് ഫേഷ്യൽ എന്ന് പറയുന്നത്. പിമ്പിൾസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ ഓയിലി സ്കിന്നാണ് പക്ഷെ നിങ്ങൾക്ക് പിമ്പിൾസ് ഉണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യാതിരിക്കുക. ഓയിലി സ്കിന്നാണ് വെച്ച് നിങ്ങൾക്ക് പിമ്പിൾസ് ഇല്ല എങ്കിൽ നിങ്ങൾ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് മസാജാണ്. അടുത്ത് നമുക്ക് വേണ്ടത് മസാജിങ് ക്രീമാണ്. അതിന് വേണ്ടത് 1 സ്പൂൺ ചോക്ലേറ്റ് ആണ് വേണ്ടത്. 1 സ്പൂൺ ചോക്ലേറ്റ്. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് നമ്മുടെ പ്യുവർ അലവേറയാണ് നമുക്ക് വേണ്ടത്. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. മസാജിങ് ക്രീം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ. നമുക്ക് ഇനി മസാജിങ് ക്രീം നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മസാജിങ് ക്രീം നമുക്കിതിനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഒന്നിട്ട് കൊടുത്തതിന് ശേഷം
നമുക്കിത് മസാജ് ചെയ്യാവുന്നതാണ്. ഒരു കാരണവശാലും ഐബ്രോസിൻ്റെ ഭാഗത്ത് പാടില്ല. നമ്മുടെ കണ്ണുകൾക്കും ചുണ്ടുകൾക്കും ഇട്ട് കൊടുക്കാം. അല്ലാതെ നമ്മുടെ ഐബ്രോസിൻ്റെ ഭാഗത്ത് വീഴുവാണെങ്കിൽ അത് വളരെയധികം നമ്മുടെ ഐബ്രോസിന് കേടുവരാൻ ചാൻസ് ഉണ്ട്. കേടുവരുന്നതെന്ന് വെച്ചാൽ കളർ ചേഞ്ച് ആവാനൊക്കെയുള്ള ചാൻസ് ഉണ്ടായതുകൊണ്ടാണ് ഐബ്രോസിൻ്റെ ഭാഗത്ത് ഒരു കാരണവശാലും നിങ്ങൾ ഏതൊരു കാര്യം ചെയ്താലും ഐബ്രോസ് ടച്ച് ചെയ്യാനേ പാടില്ല. നമുക്കിത് ഫേസ് ഫുൾ ഇട്ടിട്ട് മസാജ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മസാജൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ കാണിച്ച രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യാൻ നോക്കണം. അപ്പോൾ ഇനി ഇത് നമ്മുടെ നേരം ഉപയോഗിച്ചിട്ട് നമുക്കിത് റിമൂവ് ചെയ്ത് മാറ്റാം. സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് നമുക്കിത് റിമൂവ് ചെയ്യാം. നിങ്ങൾക്ക് ആ മസാജിങ് ക്രീം ചെയ്തപ്പോൾ തന്നെ റിസൾട്ട് മനസ്സിലാക്കാൻ പറ്റും എന്ന് കരുതുന്നു. കാരണം സ്കിന്ന് വളരെയധികം സോഫ്റ്റ് ആവും. കാരണം അത്രയ്ക്ക് നല്ല റിസൾട്ട് നൽകുന്നതാണ് ചോക്ലേറ്റ് ഫേഷ്യൽ എന്ന് പറയുന്നത്. കുറച്ച് പൈസ കൂടുതലാണ് നമ്മൾ പാർലറിലൊക്കെ പോയി ചെയ്യുമ്പോൾ. പക്ഷേ എന്നാൽ തന്നെ നമ്മൾ വീട്ടിൽ ചെയ്യുവാണെങ്കിൽ ഇതുപോലെ ചോക്ലേറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒന്നേ ഉള്ളൂ ഈ ഒരു ഫേഷ്യൽ എന്ന് പറയുന്നത്. ഫുള്ള് റിമൂവ് ചെയ്ത് ഞാൻ കഴിഞ്ഞ് നമുക്ക് ഇനി അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 4ാമത്തെ സ്റ്റെപ്പ് നമ്മുടെ പാക്കാണ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആ ഒരു ചോക്ലേറ്റ് 1 സ്പൂൺ ഉണ്ട് ബാക്കി. ഇതിലേക്കാണ് നമ്മൾ ഇനി അടുത്ത നമ്മുടെ പാക്ക് തയ്യാറാക്കുന്നത്. 1 സ്പൂൺ കടലമാവാണ് ഞാൻ എടുത്തേക്കുന്നത്. ചെറിയ കഷ്ണം നാരങ്ങ നീര് എടുക്കുന്നുണ്ട്. അത്രയും മതി. വലിയ കഷ്ണം നാരങ്ങ നീര് വേണ്ട, ചെറിയതും മതി നമുക്ക്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. നമുക്ക് ഈ ഒരു കട്ടപ്പരുവത്തിലായിട്ടാണ് നമ്മുടെ പാക്ക് ആവുന്നത്. അന്നേരം ഒന്ന് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ലൂസ് ആക്കുന്നതിന് വേണ്ടി നമുക്ക് റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ഒരു 4-5 ഡ്രോപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് നോർമൽ ലൂസാക്കി എടുക്കാം. എടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ പാക്ക് റെഡി ആയി കഴിഞ്ഞ് നമുക്കിനി ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. പാക്ക് ഇതേപോലെ ഇരിക്കണം, അതായത് താഴോട്ട് വീഴാത്ത രീതിയിലായിരിക്കണം നമ്മുടെ പാക്ക് വേണ്ടത്. നമുക്ക് ഇനി ഇത് ഫേസ് ഫുള്ള് ഇട്ട് കൊടുക്കാം. ഫേസ് ഫുള്ള് ഇട്ട് കൊടുത്ത്, കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ, നമുക്കിതൊരു 15 മിനിറ്റ് ഡ്രൈ ആവുന്നതിന് വേണ്ടി വെക്കണം. 15 മിനിറ്റിന് ശേഷം നമുക്കിത് റിമൂവ് ചെയ്ത് കളയാവുന്നതാണ്. ഇപ്പോൾ തന്നെ സ്കിന്ന് നല്ല സോഫ്റ്റായി അത്രയ്ക്ക് നല്ല റിസൾട്ട് നൽകുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് ഫേഷ്യൽ എന്ന് പറയുന്നത്. നമ്മൾ 3 ഡേയ്സിന് ഒരു കാരണവശാലും സോപ്പോ ഒന്നും തന്നെ യൂസ് ചെയ്യാനോ പാടില്ല. നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന ഏത് ക്രീമായാലും 3 ഡേയ്സിന് ശേഷം മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മളൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫേഷ്യലാണ് ചെയ്തേക്കുന്നത്. നമ്മൾ പാർലറിൽ പോയി ചെയ്യുമ്പോൾ തന്നെയുള്ള അതേ ഫീലിംഗ് തന്നെ അതേ രീതിയിൽ തന്നെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്ത ഒരു ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു ഫേഷ്യലാണ് ചോക്ലേറ്റ് ഫേഷ്യൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഫേഷ്യൽ കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും നമ്മൾ ഫേസ് ക്ലീൻ ചെയ്യുന്നത് സോപ്പ് ഉപയോഗിച്ചത് ഒരു 3 ഡേയ്സിലേക്ക് പാടില്ല. 3 ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഏത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്തോ, ഒരു പ്രോബ്ലം തന്നെ ഇല്ല. കാരണം നമ്മളിപ്പോൾ ഒരു ഫേഷ്യൽ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ സോപ്പ് ഉപയോഗിച്ച് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫേസിൽ നിന്ന് അതങ്ങ് റിമൂവ് ചെയ്ത് പോകും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ് വെച്ചിട്ട് മസാജ് ചെയ്യാം. അല്ലാതെ നിങ്ങൾ ശുദ്ധമായ വെള്ളത്തിൽ നിങ്ങൾക്ക് ഫേസ് ക്ലീൻ ചെയ്യാം. അല്ലാതെ ഒരു സോപ്പോ നിങ്ങൾ ഉപയോഗിക്കുന്ന ഡെയിലി യൂസ് ചെയ്യുന്ന ക്രീംസോ ഒന്നും തന്നെ നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് എന്നാൽ മാത്രമേ ഈ ഒരു ചെയ്യുന്ന കാര്യത്തിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. യൂസായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിനൊരു ബ്രൈറ്റ്നസ് നൽകാനും ഗ്ലോ എഫക്റ്റ് നൽകാനായിട്ടൊക്കെ പറ്റുകയുള്ളൂ. നിങ്ങൾ അതുകൊണ്ട് ഒരു കാരണവശാലും സോപ്പ് യൂസ് ചെയ്യാതിരിക്കുക, ക്രീംസ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. ഒരു ഫേഷ്യൽ ഓയിലി സ്കിന്നുകാർ ചെയ്യാതിരിക്കുന്ന വളരെയധികം നല്ലത്. അല്ലാത്ത സ്കിന്നുകാർക്ക് എല്ലാവർക്കും ചെയ്യാം. ഓയിലി സ്കിന്നുകാർക്ക് പിമ്പിൾസ് തോനെയുള്ള വ്യക്തികൾക്കാണെങ്കിൽ ചെയ്യാതിരിക്കുക. പിമ്പിൾസ് അത്ര കുറവാണ്, പക്ഷേ സ്കിൻ ഓയിലി ആണെങ്കിൽ പ്രോബ്ലം ഇല്ല ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ ചോക്ലേറ്റിനകത്ത് ബട്ടറൊക്കെ ആഡ് ആയതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണും എന്ന് കരുതുന്നു. നിങ്ങൾ കെമിക്കൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ റിസൾട്ടും നല്ല ഈസി ആയിട്ട് തന്നെ കിട്ടുന്ന ഒന്ന് തന്നെയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് എഴുതാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.